ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതീഷ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ 6 വരികയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രേക്ഷകർക്കും അവസരമുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോകൾ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പണവും പ്രശസ്തിയും എല്ലാം ഒരുമിച്ച് കിട്ടും. അതാണ് ബിഗ് ബോസ്. അപ്പോൾ ഈ സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ആദ്യ കമന്റിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലേക്ക് വരാവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞ് ജനറേറ്റ് OTP കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ആ വരുന്ന നമ്പർ, OTP നമ്പർ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇമെയിൽ ID കൊടുക്കുക. അടുത്ത് കമന്റ്സ് ആണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. കമന്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാരണം നിങ്ങൾ കമന്റ് ആയി കൊടുക്കുക. അടുത്തായി വീഡിയോ അപ്ലോഡിംഗ് ആണ്. നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം 50 MB വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 6 മിനിറ്റ് വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മൊബൈലിലേക്ക് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ സൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് കംപ്രസ് ചെയ്ത ശേഷം മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. 50 MBക്ക് മുകളിലാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ആവില്ല. നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ അവസാനം സബ്മിറ്റ് ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള ആദ്യ സ്റ്റെപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തായി പറയാൻ പോകുന്നത്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നും അതുപോലെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ച് വായിച്ച് നോക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ പറയുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഓട്ടിച്ച് കാണിക്കുകയായിരിക്കും. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ച് വായിച്ച് നോക്കാം. ഇംഗ്ലീഷും മലയാളവും അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ബിഗ് ബോസ് സീസൺ 6 അവസരമുണ്ട്. ഈ ഒരു ബിഗ് ബോസിൽ പങ്കെടുക്കാനായി 3 ടൈപ്പ് ഓഡിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെ ഓഡിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിന്നും ഒരുപാട് പേരെ സെലക്ട് ചെയ്യും. അതാണ് ഒന്നാമത്തെ ഓഡിഷൻ. ആ ഒരുപാട് പേരിൽ ഒരാളെയാണ് പിന്നീട് കണ്ടെത്തുന്നത്. സൂം മീറ്റിംഗ് വഴിയുള്ള ഓഡിഷൻസ് ഉണ്ടാകും. അതായത് വീഡിയോ കോൾ ഓഡിഷൻസ് ഉണ്ടാകും. സൂം മീറ്റിംഗ് ഓഡിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഇന്റർവ്യൂ പോലത്തെ സെക്ഷൻ ആയിരിക്കും. അതും ഫൈനലായാൽ മാത്രമായിരിക്കും നിങ്ങൾ ബിഗ് ബോസ് സീസൺ 6 എത്തുന്നത്. ആദ്യമായി ഡിജിറ്റൽ ഓഡിഷൻ ആണ്. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ, അതായത് ആദ്യമായി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അതുവഴി നിങ്ങൾ സെലക്ട് ആയോ ഇല്ലയോ എന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നതായിരിക്കും. നിങ്ങൾ സെലക്ട് ആയോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള മെയിൽ ID ഒരു മെയിലും വരുന്നതായിരിക്കും. നിങ്ങൾ ബിഗ് ബോസ് സീസൺ 6 സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിലും വരുന്നതായിരിക്കും. അപ്പോൾ ജനുവരി 20 മുതലായിരിക്കും അപ്ലൈ ചെയ്ത് വിജയിക്കുന്നവരെ ബിഗ് ബോസ് ടീം വിളിക്കുന്നത്. ജനുവരി 20-ന് ശേഷവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഈ മാസം മുഴുവനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാൽ 20 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തവരെ വിളിക്കുന്നതായിരിക്കും. സെലക്ട് ആയാൽ മാത്രമേ നിങ്ങൾക്ക് കോളും അതുപോലെ മെയിലും ഒക്കെ വരികയുള്ളൂ. ഒരാളെയോ ഒന്നിൽ കൂടുതൽ പേരെയോ ഇതേ രീതിയിൽ സെലക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാൻസ് നിങ്ങൾ പാഴാക്കാതിരിക്കുക. 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്കാണ് ഇതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നത്. അതായത് 2024-ൽ നിങ്ങൾക്ക് 18 വയസ്സ് തികയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പങ്കെടുക്കാം. ആണിനായാലും പെണ്ണിനായാലും ഈ ഒരു ബിഗ് ബോസിൽ പങ്കെടുക്കാം. 3 ലെവൽ ഓഡിഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ ഈ 3 ലെവലും പാസ്സായാൽ മാത്രമേ ഫൈനൽ ബിഗ് ബോസിൽ എത്തുകയുള്ളൂ. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലായി പോകും. അതായത് നിങ്ങളെ റിജക്റ്റ് ചെയ്യും. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ പറയുക. അതുപോലെ നിങ്ങളുടെ വീട്ടുകാരെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുക. നിങ്ങളുടെ ഹോബീസിനെ പറ്റിയും അതുപോലെ എന്റർടൈൻമെന്റിനെ പറ്റിയൊക്കെ പറയാവുന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 6 പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസ് തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അയക്കേണ്ടത്. 3 ലെവൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേരെ തിരഞ്ഞെടുത്തായിരിക്കും അവസാനം 5 പേരിൽ ഒരാളാവുന്നത്. ആദ്യത്തെ ലെവലിൽ 100 പ്രൊഫൈലുകളായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അതായത് 100 പേർക്ക് ആദ്യത്തെ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആദ്യ ലെവലിൽ 100 പേരെ സെലക്ട് ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ആ 100 പേർക്കും
ഇമെയിൽ വഴിയും അതുപോലെ ഫോണിലൂടെയും അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ്, അതായത് ലെവൽ 2ലേക്ക് കടക്കും. ലെവൽ 2ൽ വീഡിയോ കോൾ ഓഡിഷൻസും അതുപോലെ ഇന്റർവ്യൂ പ്രോസസ്സ് പോലത്തെ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. നിങ്ങളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരിക്കും ആ ഒരു ഓഡിഷൻ ശ്രമിക്കുന്നത്. അടുത്ത് ലെവൽ 3 ആണ്. ലെവൽ 3 എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഓഡിഷൻ ആണ്. അതായത് ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ടാകും. ചിലപ്പോൾ അതുപോലത്തെ പരീക്ഷണങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അപ്പോൾ എല്ലാത്തിലും നിങ്ങൾ വിജയിച്ച് നിങ്ങൾ വില്ലിംഗ് ആണ് എന്ന് കണ്ടാൽ മാത്രമേ ആ ഒരു ജഡ്ജിങ് പാനൽ നിങ്ങൾക്ക് ഫൈനൽ റൗണ്ട് ഓഡിഷനിലേക്ക് കടക്കാൻ സമ്മതിക്കുകയുള്ളൂ. ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി ആണ്. ഈ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന കാര്യം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും മാത്രമേ അറിയാൻ പാടുള്ളൂ. നാട്ടുകാർക്കൊന്നും അറിയാൻ പാടുള്ളതല്ല. അങ്ങനെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ആയാൽ പോലും നിങ്ങളെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും. അത് വളരെ കൃത്യമായി പാലിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ ഷോയ്ക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ട്, അത് കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൽ അപ്ലൈ ചെയ്യുന്ന ദിവസം മുതൽ നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ആവുക. അതായത് മെന്റലി നിങ്ങൾ പ്രിപ്പയർ ആവുക. നിങ്ങൾ ഫോൺ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ നോക്കാതെ, TV കാണുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാതെ, അങ്ങനെ നിങ്ങൾ മെന്റലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ചിലവർക്ക് ഒരു ദിവസം പോലും മൊബൈൽ യൂസ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ മെന്റലി പ്രിപ്പയർ ആയാൽ മാത്രമേ ഇത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ ചാനലുകൾ ബിഗ് ബോസിൽ ഇത്ര പേരുണ്ട്, ഇന്നയാളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഒരു ഊഹം മാത്രമാണ്. അവരാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. ജസ്റ്റ് ഒരു ഊഹം മാത്രമാണ്. അല്ലെങ്കിൽ അവർ വരണം എന്ന് ആ ഒരു ചാനലുകാർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, ആ ഒരു കണ്ടസ്റ്റന്റ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ ആൾ അതിൽ നിന്നും ഔട്ടാവും. അതാണ് ബിഗ് ബോസിന്റെ റൂൾ. അതുകൊണ്ട് തന്നെ ഇതാരും പുറത്ത് പറയില്ല. ഔട്ടാവുക മാത്രമല്ല, ഇത് പിന്നീട്, അതായത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാണ് പിന്നീടാണ് അറിയുന്നതെങ്കിൽ ബിഗ് ബോസിന് അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരും. അതായത് പെനാൽറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആരും അതിൽ എടുത്തു ചാടില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് വായിച്ച് നോക്കാവുന്നതാണ്.